ഹലോ ഗൈസ്, ടൈറ്റിൽ കണ്ടത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ടാറ്റൂസ് അമേരിക്കയിലുള്ള നഴ്സസിനും ടീച്ചേഴ്സിനും ഒക്കെ അലൗഡ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. എനിക്ക് ഇഷ്ടംപോലെ ടാറ്റൂസ് ഉണ്ട്. എനിക്ക് 10-11 ടാറ്റൂസ് ഉണ്ട്. സോ ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കൽ അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് നഴ്സിംഗ് ഹോമിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുന്നില്ല, പേയ്മെന്റ് ഇല്ലാതെ ഉള്ള ജോലി. പഠിത്തത്തിന് വേണ്ടിയെന്ന് പറയപ്പെടുന്നു, പട്ടിപ്പണി നമുക്ക് തരും, അത് വേറെ കാര്യം. എനിവേ, അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഇപ്പോൾ അമേരിക്കയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ടാറ്റൂസ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ എനിക്കൊന്നൊരു 3/4 പിള്ളേരുടെ കയ്യിലും കാലിലും ഒക്കെ ടാറ്റൂസ് ഉള്ളവരായിരുന്നു. പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ലെക്ചറേഴ്സ് ആദ്യം തന്നെ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ടാറ്റൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ക്ലിനിക്കൽ അവേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ക്ലാസ്സസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ടാറ്റൂസ് കവർ ചെയ്യണമെന്ന് അവർ പറയും. നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഫിംഗറിൽ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ടാറ്റു അടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒബിയസ്ലി അത് നമുക്ക് ഉടുപ്പിട്ടിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സ്ക്രബ്സ് ആണ് ഇടുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ഷർട്ട് ഇടാം, ഒരു ഫുൾ സ്ലീവ് വൈറ്റ്, അല്ലെങ്കിൽ ഏതാണ് സ്കൂളിൽ സമ്മതിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സമ്മതിക്കുന്ന ആ ഒരു കളർ ഫുൾ സ്ലീവ് ഷർട്ടാണ് നമ്മൾ അടിയിലിടാറുള്ളത്. ഇങ്ങനെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഷർട്ട് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല, ഗ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണം, അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാൻഡേഡ് ഒട്ടിക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന മിക്ക ആൾക്കാർക്കും അത് അവരുടെ മൈൻഡിലുള്ളൊരു സംഭവമാണ്. ഞാൻ നേഴ്സാവാൻ വേണ്ടി ഭാവിയിലാകുമെന്നൊരു ചിന്തയുള്ളവരാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം മിക്ക ആൾക്കാരും, വളരെ റയറായിട്ട് കുറച്ച് പേർക്കാണ് ഇവിടെയൊക്കെ എൻ്റെ ക്ലാസ്സിൽ ടാറ്റൂസ് ഉണ്ടായിരുന്നത്. എന്നാലും ഉള്ളവരോട് അവർ കവർ ചെയ്ത് നടക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ഞാനും ഫുൾ സ്ലീവ് ഷർട്ട് ഇടും. കാരണം ഒന്നാമത്തെ കാര്യം, ഹോസ്പിറ്റൽസ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിൽ ജാക്കറ്റ് ഇടും, അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് എന്തെങ്കിലും ഇട്ടേ പറ്റത്തുള്ളൂ. ജാക്കറ്റ് ഇടാൻ ഞങ്ങൾക്ക് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുൾ സ്ലീവ് ഒരു ഷർട്ട് ഇട്ടിട്ടാണ്, അതിൻ്റെ പുറത്താണ് ഞാൻ സ്ക്രബ്സ് ഇട്ടുകൊണ്ടിരുന്നത്. ഡിപ്പെൻസ് ഓൺ ദ ഹോസ്പിറ്റൽ. ചില ഹോസ്പിറ്റലുകൾക്ക് ഓക്കെയാണ്, ചിലർക്ക് ഓക്കെ അല്ല. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫുള്ളൊന്ന് കവർ ചെയ്ത് പോയാൽ മതി. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ വർക്കിന് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എനിവേ, ഇനി ടീച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. ടീച്ചേഴ്സിൻ്റെ കാര്യവും ഇതുപോലെ തന്നെ ഞങ്ങൾക്കും കവർ ചെയ്യണം. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് അതിനെപ്പറ്റി മറന്നുപോയി. ഞാൻ എപ്പോഴും ഇതുപോലത്തെ ടീഷർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലൗസസ് ഒക്കെ ആണിട്ട് നടന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിലെ ക്ലീനിങ് ലേഡി എൻ്റെ കൈ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, കാരണം അവർക്കൊക്കെ കവർ ചെയ്യണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊക്കെ കവർ ചെയ്യാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 2ാമത്തെ വർഷം എന്തോ ആണെന്ന്, ആദ്യത്തെ വർഷം കഴിഞ്ഞു. അത്രയും നാൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്കിത് ന്യൂസാണ്, ഞാൻ ഇതുവരെ കേട്ടോ ഇല്ല, അറിയുന്നത് ഞാനിപ്പോഴാണ്. സോ ഷി വാസ് ലൈക്ക് ഓക്കെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുന്ന അവർ നേരെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി ഇത് പറഞ്ഞു. സ്വാഭാവികം. പ്രിൻസിപ്പൾ അപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രിൻസിപ്പൾ മാറി, വേറെ പ്രിൻസിപ്പൾ വന്നു. ഇപ്പോൾ എല്ലാ പുതിയ മാനേജറും പുതിയ പ്രിൻസിപ്പളും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുന്നത്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സ്കൂളിലും ഒക്കെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. എപ്പോഴും ഒരു ജാക്കറ്റ്, ഒരു കാർഡിഗൻ ഇല്ലാതെ കേൾക്കാണ് ഞാനും കൊണ്ട് നടക്കാറുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഐ ഹോപ്പ് ആ ഒരു സബ്ജക്റ്റിൽ എല്ലാവർക്കും ഒരു മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനുള്ള റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കും. എനിക്ക് കൂടുതലും DMs വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റീച്ച് ഔട്ട്. അപ്പോൾ ഞാൻ ഇനിയും അതുപോലെ അടുത്ത വീഡിയോകളായിട്ടൊക്കെ വരാം. ബൈ.